വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് പലരും ചെയ്യുന്ന 8 എളുപ്പമാർഗങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇതിൽ ചിലത് നിങ്ങൾ ഇതുവരെ ചെയ്യുന്നതായിരിക്കും, പക്ഷേ ശരിയായ രീതിയിലാണോ ചെയ്യുന്നത് എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ്, 1 ടീസ്പൂൺ കടലപ്പൊടി, 1 ടീസ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും ആദ്യം നമ്മളെ ഫേസ് നല്ലോണം ക്ലീൻ ആക്കിയിട്ട്, നല്ല തണുത്ത വെള്ളത്തിലൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ എല്ലാ ഫേസ് പാക്കും ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ കഴുകിക്കളയുക. നോർമൽ വാട്ടറിൽ തന്നെ കഴുകിക്കളഞ്ഞാൽ മതി. രണ്ടാമത്തെ ടിപ്പ്, 1/2 ടീസ്പൂൺ ബീട്രൂട്ട് പൗഡർ എടുക്കുക, 1/2 ടീസ്പൂണ് കോഫി പൗഡർ ഇടുക. അത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ കടലപ്പൊടി ഇടുക. ആവശ്യത്തിന് വേണ്ട ഹണി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം. എന്നാലുള്ളൂ, ഹണി ഉള്ളതുകൊണ്ട് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് മാറും, നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. അടുത്ത ടിപ്പ്, 2 ടേബിൾ സ്പൂണ് തൈര് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഹണി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. അടുത്ത ടിപ്പ്, 1 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ട് അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് 1 ടീസ്പൂണ് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം 3/4 ടീസ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ആറിയിട്ടുണ്ട്, ഇനി അതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വേണ്ടത് പോലെ ആക്കിയിട്ട് ക്രീമി ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് വെച്ച് ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം, പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ടിപ്പ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. ആവശ്യത്തിനുള്ള ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. ഒരു പ്രാവശ്യം ഒഴിച്ചിട്ട് മിക്സ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒഴിക്കുക. ആവശ്യത്തിന് വേണ്ടത് ഒഴിച്ചിട്ട് ഒരു ക്രീമി ആക്കി എടുക്കുക. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് വാഷ് ചെയ്ത് കളയാം. അടുത്ത ടിപ്പ്, 3/4 ടീസ്പൂൺ ബീട്രൂട്ട് പൗഡർ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഹണി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കണം. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 5 to 7 അത്രയെങ്കിലും വെക്കണം. അത്ര വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അടുത്ത ടിപ്പ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് 1 ടേബിൾ സ്പൂണ് ഹണി എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഹണി ആയതുകൊണ്ട് മിക്സായി കിട്ടാൻ വേണ്ടി നല്ല കുറച്ച് സമയം എടുക്കും. നല്ലോണം മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ച് ഡ്രൈ ആകാൻ വെച്ചിട്ട് ഇത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകണം. എന്നാലുള്ള ഫേസിൽ നിന്ന് ആ മഞ്ഞളിൻ്റെ ഇത് പോയി കിട്ടുള്ളൂ. ലാസ്റ്റ് പോയിന്റ്, 1/4 ടീസ്പൂൺ ബീട്രൂട്ട് പൗഡർ എടുത്തിട്ട് അതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയാം. നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം.
ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി. എന്നാൽ തന്നെ ഫേസ് കൂടുതൽ ഫ്രഷും ഗ്ലോയിങ്ങും ആയിട്ട് തോന്നും. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത് എങ്കിൽ അതും കൂടെ കമൻറ്റിൽ അറിയിക്കണം. ഇതുപോലുള്ള ഈസി ബ്യൂട്ടി ടിപ്സുമായി വീണ്ടും വരാം.